അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, ഏർവാടിയെക്കുറിച്ച് എൻ്റെ ഒരു ചെറിയ അറിവ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. 6666 ഏക്കർ മണലാരുണ്യ ഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഏർവാടി ശ്രോതാക്കളെക്കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടാവില്ല. ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ പലർക്കും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ നാടിനോട് അടുത്തുള്ള തമിഴ്നാട്ടിലാണ് ഏർവാടിയെങ്കിലും അവിടെ ഒന്ന് സന്ദർശിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ടാവുകയില്ല. ഏർവാടി ശ്രോതാക്കളെക്കുറിച്ച് എല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ടാവും. തമിഴ്നാട്ടിൽ ഒരുപാട് മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന അതിവിശിഷ്ടമായ ഒരു സ്ഥലം തന്നെയാണ് ഏർവാടി. പ്രധാന ദർഗയിൽ മഹാനായ സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദുഷാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതേ മുറിയിൽ തന്നെ ഉപ്പാപ്പയുടെ മാതാവ് സയ്യിദിന സയ്യിദത്ത് ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയും സയ്യിദ് ഇബ്രാഹിം ബാദുഷാ ഉപ്പാപ്പയുടെ പുനാരപുത്രൻ ഷഹീദ് അബൂ ത്വാഹിർ റളിയല്ലാഹു അൻഹയും അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇബ്രാഹിം ബാദുഷാ ഉപ്പാപ്പയുടെ ഭാര്യയും അബൂ ത്വാഹിർ ഉപ്പാപ്പയുടെ ഉമ്മയുമായ സയ്യിദത്ത് അലി ഫാത്തിമ എന്ന സൈനബ ബീവി എന്ന മഹദി ഈ മക്കാമിനോട് ചേർന്നുള്ള മറ്റൊരു കെട്ടിടത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇങ്ങനെ നിരവധി മഹാന്മാരും മഹദികളും അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യമാക്കപ്പെട്ട മണ്ണാണ് ഈ ഏർവാടി. ഇവിടുത്തെ മഹാന്മാർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പൈശാചികമായ രോഗങ്ങൾ വാളില്ലാതെ വെട്ടിമാറ്റുന്നു. മറ്റു പല പല രോഗങ്ങൾ മനാമിൽ നമ്മൾ അറിയാതെ ഓപ്പറേഷൻ ചെയ്യുന്നു. ഇതുപോലെ നിരവധി അനുഭവങ്ങൾ ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ഭാഗത്തിൽ. ഈ മഹാന്മാരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഇത് കാണുന്ന നിങ്ങൾക്കും ഞങ്ങൾക്കും ഇതിൻ്റെ പ്രതിഫലം റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏർവാടിയിലെ മറ്റു വിശേഷങ്ങളുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.